മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്നത് എന്താണ്? ട്രേഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ്, ശരിക്കും മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. പലരും പറയും ബൈയിങ് പ്രഷർ, സെല്ലിങ് പ്രഷർ. അതെ, ബൈയിങ് പ്രഷറും സെല്ലിങ് പ്രഷറും തന്നെയാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ബൈയോ സെല്ലോ ചെയ്യണമെങ്കിൽ അതിനൊരു മാനദണ്ഡം വേണ്ടേ, ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ വേണ്ടേ? ആ റീസൺ എന്താണെന്ന് മെജോറിറ്റി ആളുകൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഗോൾഡ് ആണെങ്കിലും കറൻസി പെയർസ് ആണെങ്കിലും ഇക്വിറ്റീസ് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ഒരു പ്യുവർ ഡ്രൈവർ വേണം. നമ്മൾ ഇത്രയും ദിവസം നോമിനൽ ഈൽഡുകളെ കുറിച്ച് പറഞ്ഞു. നോമിനൽ ഈൽഡുകൾ മാർക്കറ്റിൻ്റെ ഒരു ഡ്രൈവറാണെന്ന് പറഞ്ഞു. യഥാർത്ഥ ഡ്രൈവർ നോമിനൽ ഈൽഡ് അല്ല. ദർ ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ നോമിനൽ ഈൽഡ്. എല്ലാ മാർക്കറ്റിൻ്റെയും ഡയറക്ഷൻ കൺക്ലൂഡ് ചെയ്യുന്നത് റിയൽ ഈൽഡാണ്. നോമിനൽ ഈൽഡിൽ നിന്നും ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് റിയൽ ഈൽഡ്. പക്ഷേ അങ്ങനെ ഒരു സെർട്ടൺ വാല്യൂ നമുക്ക് അവൈലബിൾ അല്ല. മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല റിയൽ ഈൽഡ്. പലരും സിന്തറ്റിക്കലി റിയൽ ഈൽഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, ട്രേഡിങ്ങിനെ യൂസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഒരിക്കലും സിന്തറ്റിക്കൽ റിയൽ ഈൽഡ് ഒറിജിനൽ റിയൽ ഈൽഡിൻ്റെ അത്രയ്ക്കും പെർഫെക്റ്റ്ലി നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കി തരില്ല. അപ്പോൾ ഏതൊരു ട്രേഡർക്കും റിയൽ ഈൽഡ് എന്താണെന്ന് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പിക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ സമയം കിട്ടുമ്പോൾ ഗൂഗിളിലും ChatGPTയിലൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക എന്താണ് റിയൽ ഈൽഡ്, എന്തുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ റിയൽ ഈൽഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന്.